വീട്ടിലൊക്കെ ഉള്ള പഴയ പല പാരമ്പര്യങ്ങളും വല്യമ്മയിൽ നിന്ന് കൈമാറി വന്നതാണ്. മുമ്പൊക്കെ നമ്മളെ നാട്ടിൽ എല്ലാ പെരയിലും റിഫായിൻ ഷെയ്ഖിനൊരു കോഴി ഉണ്ടാവും. എന്നിട്ട് കൊല്ലം തികയുമ്പോൾ ആ കോയിനെ അറുത്തിട്ട് ഒരു മൊല്ലാക്കാനെയും വിളിച്ചിട്ട് റിഫായി മൗലൂദ് കുറച്ചും ഒരു യാസീൻ ഓതി തോരന്നങ്ങാണ്ട് എല്ലാവരും കൂടിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് തിന്നും. ഇന്നിപ്പോൾ ഒരൊറ്റ പെരയിലും റിഫായിൻ ഷെയ്ഖിന് കോയില്ല, വല്യമ്മയില്ല, അങ്ങനെ ഒന്നുമില്ല. ഞമ്മക്ക് തന്നെ കോയില്ല, പിന്നെ റിഫായിൻ ഷെയ്ഖിന് ഉണ്ടാകുക. ആദ്യം അമ്മക്ക് കോഴി വേണം, എന്നിട്ട് ഒന്ന് റിഫായിൻ ഷെയ്ഖിന് വേണം. ആടുള്ളടത്താണെങ്കിൽ ഒരു ആട് വേണം, പശുള്ളടത്താണെങ്കിൽ ഒരു പശു അല്ലെങ്കിൽ ഒരു മൂരിക്കുട്ടിയൊക്കെ വേണം. അങ്ങനെയൊക്കെയുള്ള നേർച്ചകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഴമക്കാരായ ആളുകൾ ചെയ്തിരുന്നത് കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവണം. അപ്പോഴൊക്കെയാണ് വിജയം എന്ന് പറയുന്നത്. അങ്ങനെ വിജയത്തിൻ്റെ എല്ലാ നന്മകളുടെ എല്ലാ നല്ല കാര്യങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി. അപ്പോൾ മുമ്പ് നമ്മളിങ്ങനെ ആൾക്കാരെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കൽ റബീഉൽ അവ്വൽ 12-നാണ്. അത് പറഞ്ഞതാണ്. എന്താ കാരണം? മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ്റെ അസ്ല്. ബദരീങ്ങളെ എന്ന് പറയും നമ്മൾ. അതിൽ ഒന്നാമത്തെ ആളാരാ? മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളിൽ ഒന്നാമത്തെ ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തെ ആൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അവരൊക്കെയാണ്. സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദകളും അതിൻ്റെ ഫിലോസഫികളും അതിൻ്റെ താരീഖുകളൊക്കെ ജീവിതത്തിലുണ്ടാവണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എല്ലാവരും ഖിദ്മത്ത് എടുക്കണം.